കോഹിനൂർ രത്നം. ചരിത്രത്തിൽ ഇത്രയധികം നിഗൂഢത നിറഞ്ഞ ഒരു വജ്രം ഇല്ലെന്നു തന്നെ പറയാം. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കിരീടത്തിൽ പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഇന്ത്യൻ വേരുകളുള്ള ഈ ഒരു രത്നത്തിന് പറയാനുള്ളത് അധികാരത്തിന്റെയും പിടിച്ചടക്കലുകളുടെയും നിരവധി കഥകളാണ്. ലോകത്തിലെ തന്നെ ശാപമായ ഒരു വജ്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ധരിക്കുന്നവരെ ഇല്ലാതാക്കുന്ന, പലരുടെയും സ്വത്തും സമ്പാദ്യവുമെല്ലാം നശിപ്പിക്കുന്ന ഒരു നിഗൂഢ രത്നക്കല്ലാണിതെന്ന കഥകളും നിരവധിയാണ്. ഇത് സ്വന്തമാക്കിയവരുടെയെല്ലാം അകാല മരണങ്ങൾ തന്നെയാണ് ഈ ഒരു വജ്രത്തിന്റെ നിഗൂഢതയ്ക്ക് പ്രധാന കാരണവും. കോഹിനൂർ എന്ന ഈ ഒരു പേർഷ്യൻ വാക്കിന്റെ അർത്ഥം പ്രകാശത്തിന്റെ പർവ്വതമെന്നാണ്. പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദിർഷയാണ് ആ വജ്രത്തിന് ഈ ഒരു പേര് സമ്മാനിച്ചത്. ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിം, മുഗൾ രാജാക്കന്മാരുടെ കൈകളിലൂടെയും അഫ്ഗാൻ രാജാക്കന്മാരുടെ കൈകളിലൂടെയും കടന്നുപോയി വീണ്ടും ഇന്ത്യയിലെ സിഖുകാരുടെ കൈവശം തിരിച്ചെത്തിയ ശേഷം ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാകുന്നതോടെയാണ് ഈ ഒരു രത്നത്തിന്റെ ആ ഒരു ജൈത്രയാത്ര അവസാനിക്കുന്നത്. 3000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഒരു വജ്രത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് അങ്ങ് ആന്ധ്രയിൽ നിന്നാണ്. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ നിന്നാണ് ഈ ഒരു വജ്രം ഖനനം ചെയ്തെടുത്തിരിക്കുന്നത്. അന്ന് ഈ ഒരു വജ്രം അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. പിന്നീട് 1323 ദില്ലിയിലെ തുഗ്ലക് വംശത്തിലെ സുൽത്താനായിരുന്ന യാസുദ്ദീൻ തുഗ്ലക്കിന്റെ സേനാനായകനായിരുന്ന ഉലുഖാൻ ആന്ധ്രയിലെ രാജാക്കന്മാരെ തോൽപ്പിച്ച ശേഷം അവരുടെ ആസ്ഥാനമായ തുറുങ്കൽ കൊള്ളയടിക്കുകയും ചെയ്തതോടെയാണ് കോഹിനൂർ വജ്രത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. ആന്ധ്രയിലെ രാജാക്കന്മാരുടെ കൈവശമുള്ള പല അമൂല്യ വസ്തുക്കളും തുഗ്ലക് സേന കൊള്ളയടിച്ചതിൽ കോഹിനൂർ വജ്രവും ഉണ്ടായിരുന്നു. പിന്നീട് പിൽക്കാലത്ത് ദില്ലിയിൽ അധികാരത്തിൽ വന്ന സുൽത്താൻമാർക്ക് ഈ ഒരു രത്നം കൈമാറ്റം ചെയ്യപ്പെടുകയായിരുന്നു. 1526 ബാബർ ഇബ്രാഹിം ലോധിയെ കീഴ്പ്പെടുത്തി മുഗൾ രാജവംശം സ്ഥാപിച്ചതോടെ ബാബറുടെ കൈവശം ഈ രത്നം എത്തിപ്പെട്ടു. അദ്ദേഹത്തിന്റെ പുസ്തകമായ ബാബർനാമയിലും ഈ ഒരു രത്നത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് ബാബറിൽ നിന്നും ഈ രത്നം ഷാജഹാന്റെയും ഔറംഗസീബിന്റെയും കൈകളിലെത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ചെറുമകനായ സുൽത്താൻ മഹമ്മദിന്റെ കൈവശവും ഈ രത്നം എത്തിയെന്ന് ചരിത്രകാരനായ NB സെൻ രേഖപ്പെടുത്തുന്നു. എന്നാൽ 1739 പേർഷ്യൻ ജനറലായിരുന്ന നാദിർഷാ ഇന്ത്യയെ ആക്രമിച്ച് മുഗൾ ഭരണത്തെ പരാജയപ്പെടുത്തുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു രത്നം നാദിർഷയുടെ കൈകളിലെത്തി. അദ്ദേഹം അത് പേർഷ്യയിലേക്ക് നാടുകടത്തുകയും ചെയ്തു. എന്നാൽ 8 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞതോടെ ഈ രത്നം അദ്ദേഹത്തിന്റെ ചെറുമകനായിരുന്ന മിർഷ ഷാരൂഖിന്റെ അധീനതയിലായി. എന്നാൽ അധികകാലം അത് തന്റെ കൈകളിൽ വയ്ക്കാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. 1759 അഫ്ഗാനികളുടെ ദുറാനി സാമ്രാജ്യ സ്ഥാപകനായിരുന്ന അഹമ്മദ് ഷാ ഷാരൂഖിനെ പരാജയപ്പെടുത്തിയതോടെ കോഹിനൂർ രത്നം അഹമ്മദ് ഷാ സ്വന്തമാക്കി. തുടർന്ന് ദുറാൻ സാമ്രാജ്യം തങ്ങളുടെ 5 തലമുറകൾ ഈ ഒരു വജ്രം കൈമാറി വന്നു. അതിൽ 5ാമത്തെ ചക്രവർത്തിയായിരുന്ന ഷാ ഷുജാ 1809 തന്റെ അർദ്ധ സഹോദരനുമായുള്ള അധികാര തർക്കത്തിന്റെ ഫലമായി സ്ഥാനഭ്രഷ്ടനാക്കി നാടുകടത്തപ്പെട്ടതോടെ ഈ ഒരു വജ്രം അദ്ദേഹം ആരുമറിയാതെ തന്റെ കൈവശം സൂക്ഷിച്ചിരുന്നു. അങ്ങനെ പലായനം ചെയ്ത ഷാ ഷുജാ ലാഹോറിലെ സിഖ് നേതാവായ രഞ്ജിത് സിംഗിനടുത്ത് അഭയം തേടി. അങ്ങനെ ആപത്തുകാലത്ത് തന്നെ സഹായിച്ച രഞ്ജിത് സിംഗിന് ഷാ ഷുജാ തന്റെ പക്കലുള്ള ആ ഒരു രത്നം സന്തോഷപൂർവ്വം ഒരു പ്രത്യുപകാരമായി സമ്മാനിച്ചതോടെയാണ് അത് വീണ്ടും ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ രഞ്ജിത് സിംഗിന്റെ അപ്രതീക്ഷിതമായ മരണത്തിനു ശേഷം അത് അദ്ദേഹത്തിന്റെ 3 മക്കളുടെ അധികാരത്തിലായി. പക്ഷേ ഈ 3 മക്കളും തുടർച്ചയായി കൊല്ലപ്പെട്ടതിനു ശേഷം 1843 വെറും 5 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഇളയപുത്രനായ ദുലീപ് സിംഗ് സിംഹാസനം ഏറ്റെടുത്ത് കോഹിനൂർ സ്വന്തമാക്കി. കോഹിനൂർ സ്വന്തമാക്കിയ അവസാനത്തെ ഇന്ത്യൻ ഭരണാധികാരി കൂടിയായിരുന്നു ദുലീപ് സിംഗ്. 1849 രണ്ടാം ആംഗ്ലോ സിംഗ് യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ 9 വയസ്സുകാരനായ ദുലീപ് സിംഗിന് തന്റെ അധികാരവും ഈ കോഹിനൂറും ഉൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ മുൻപിൽ അടിയറവ് വെക്കേണ്ടി വന്നു. അന്ന് ബ്രിട്ടീഷ് ഗവർണറായിരുന്ന ഡൽഹൌസി സിഖ് ഭരണകൂടവുമായി ഉണ്ടാക്കിയ ലാഹോർ ഉടമ്പടി പ്രകാരം കോഹിനൂർ രത്നം ബ്രിട്ടീഷ് രാജ്ഞിക്ക് മുൻപിൽ സമർപ്പിക്കണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. അതോടെ കോഹിനൂർ രത്നം അന്നത്തെ ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന വിക്ടോറിയ രാജ്ഞിയുടെ കൈകളിലെത്തി. അങ്ങനെ 1852 ഇംഗ്ലണ്ടിലെത്തിയ രത്നം കൂടുതൽ മനോഹരമാക്കാനായി രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് രാജകുമാരന്റെ നേതൃത്വത്തിൽ ഈ രത്നം ചെത്തിമിനുക്കിയതോടെ 182 ക്യാരറ്റ് ഉണ്ടായിരുന്ന രത്നം 105.6 ക്യാരറ്റിലേക്ക് ചുരുങ്ങിപ്പോയി. 1887 വിക്ടോറിയ രാജ്ഞി പുതുക്കിയ ആ വജ്രം തന്റെ കിരീടത്തിന്റെ ഭാഗമാക്കി. അക്കാലത്ത് ഈ രത്നത്തെ ചുറ്റിപ്പറ്റി നിരവധി കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നു. ഇത് പുരുഷന്മാർ ധരിക്കുന്നത് നല്ലതല്ലെന്നായിരുന്നു അന്ന് പ്രചരിച്ചിരുന്നത്. കാരണം അത് കൈവശം വെച്ച പല രാജാക്കന്മാരുടെയും ദുരവസ്ഥയായിരുന്നു ആ ഒരു പ്രചാരത്തിന് പിന്നിൽ.
സ്ത്രീകൾക്കും ദൈവങ്ങൾക്കും മാത്രമേ ഈ വജ്രം ധരിക്കാനാകൂവെന്നും കഥകളുണ്ടായിരുന്നു. മാത്രമല്ല വിക്ടോറിയ രാജ്ഞി തന്റെ വിൽപത്രത്തിൽ പോലും ഇത് സ്ത്രീകൾക്കുള്ളതാണെന്നും സ്ത്രീകൾ മാത്രമേ ഇത് ധരിക്കാവൂ എന്ന് എഴുതി വയ്ക്കുകയും ചെയ്തിരുന്നു. അതോടെ പിന്നീട് വന്ന ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ എല്ലാം കിരീടങ്ങളിലെല്ലാം തന്നെ കോഹിനൂർ രത്നം ഇടം പിടിച്ചു. ടവർ ഓഫ് ലണ്ടനിൽ സൂക്ഷിച്ചിരുന്ന ഈ ഒരു രത്നം അവസാനമായി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത് 2022 എലിസബത്ത് രാജ്ഞിയുടെ മരണാനന്തരമായിരുന്നു. ഇന്ന് ഈ ഒരു രത്നത്തിന്റെ മൂല്യം എന്നത് 1.64 ലക്ഷം കോടി രൂപയാണ്. അപ്പോൾ അക്കാലത്ത് അതിന് എത്രമാത്രം മൂല്യമുണ്ടായിരിക്കും? എന്തായാലും ഇത് ഇന്ത്യയിൽ നിന്നും ഖനനം ചെയ്തെടുത്തതിനാൽ തന്നെ ഇന്ത്യ ഇതിന്റെ അവകാശവാദവുമായി മുൻപോട്ട് വന്നിരുന്നു. രത്നം ഒരു പൊതുസ്വത്ത് എന്ന നിലയിൽ സൂക്ഷിച്ചു വെക്കാനായി ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഏൽപ്പിച്ചതാണെന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടെ ഇത് ഇനി ഇന്ത്യക്ക് അവകാശപ്പെട്ടതാണെന്നും ചിലർ വാദിക്കുന്നുണ്ട്. ലാഹോറിൽ നിന്നാണ് രത്നം മോഷ്ടിച്ചതെന്നും അതുകൊണ്ട് അത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞ് പാകിസ്ഥാനും അവകാശമുന്നയിക്കുന്നുണ്ട്. ഇതിനു പുറമെ അഫ്ഗാനിസ്ഥാനും ഇറാനും വരെ ഇത് തങ്ങളുടേതാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. പേർഷ്യൻ സുൽത്താനായിരുന്ന നാദിർഷായുടെ കൈവശമുണ്ടായിരുന്ന കോഹിനൂർ രത്നം ഇറാന്റെയാണെന്നാണ് ഇറാൻ പറയുന്നത്. അഫ്ഗാൻ ഭരണാധികാരിയായിരുന്ന ഷാ ഷുജയുടെ കയ്യിൽ നിന്നും രഞ്ജിത് സിംഗ് ഈ രത്നം തട്ടിപ്പറിച്ചതാണെന്നും അതുകൊണ്ട് ഇത് അഫ്ഗാനിസ്ഥാൻ അവകാശപ്പെട്ട രത്നമാണെന്നും അവരും വാദിക്കുന്നു. എന്തായാലും ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ മ്യൂസിയത്തിൽ ഇത് ഇന്നും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു.